സ്വാഗതം. ഇന്നും പതിവ് തെറ്റിച്ചില്ല. നേരമെടുത്തപ്പോൾ ഒരു കൊലപാതക വാർത്തയുമായിട്ടാണ് കേരളം ഉണർന്നത്. പത്തനംതിട്ട കലവൂരിൽ ഭർത്താവ് ഭാര്യയെയും അയൽവാസിയെയും വെട്ടിക്കൊന്നു. ഇതിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്കും മനസ്സിലായത്? ചില വാർത്തകളുടെ ഒരു യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്ന വാർത്തയുടെ അടിയിൽ നല്ല കട്ട സപ്പോർട്ടാണ് ബൈജുവിന്. ബൈജു ചെയ്തത് നന്നായി, ബൈജു ചെയ്തത് നന്നായി, അങ്ങനെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിയമം കയ്യിലെടുക്കാൻ നമുക്കൊന്നും ഒരു അധികാരവും ഇല്ല. സ്വന്തം ഭാര്യയാണ് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ പുറകെ പോകണം? ഇപ്പം ബൈജു ഇവർ രണ്ടുപേരെയും വെട്ടിക്കൊന്നു. ബൈജുവിന് എന്ത് നേട്ടമുണ്ടായി? ബൈജു ജന്മം കൊടുത്ത 2 മക്കളില്ലേ? കളിക്കൂട്ടുകാരനാണ് വിഷ്ണു, വൈഷ്ണവി വിഷ്ണു. നല്ല ചർച്ചയാണ് പേരുകൾ തമ്മിൽ. അവരാളുകൾ തമ്മിലും നല്ല ചർച്ചയായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ബൈജുവിനെ വിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയത്. അവൾ ലോണുകളൊക്കെ എടുത്ത് പൈസയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോരം പറഞ്ഞാലും എന്തോരം കണ്ടാലും മനസ്സിലാവില്ല ആളുകൾക്ക്. അത് പിന്നെ വേറൊരു കാര്യം. ഈ കുറ്റകൃത്യങ്ങൾ, ഈ വൃത്തികേടുകൾ, ഈ വേണ്ടാതീനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ബൈജുവിൻ്റെ ചെലവിൽ അവൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂട്ടുകാരൻ്റെ കൂടെ പോയി കിടക്കുക. ബൈജു അറിയാതെ പതുക്കെ പതുക്കെ കിട്ടുന്നത് ഊർന്നൂറുന്നതൊക്കെ വിഷ്ണുവിനെ കൊണ്ട് കൊടുക്കുക. ഈ ബൈജു വിവാഹത്തിന് മുമ്പ് മിലിറ്ററിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ഒരാളാണ്. അങ്ങനെ പോകാനിരിക്കെ ഈ ബൈജുവും വൈഷ്ണവിയും തമ്മിൽ 5 വർഷത്തെ പ്രണയമാണ്. അങ്ങനെ പ്രണയിച്ചിരുന്ന പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ബൈജുവിന് മിലിറ്ററിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പോകാനിരിക്കുമ്പോൾ വൈഷ്ണവി പറഞ്ഞു, എനിക്ക് വേറെ വിവാഹം ശരിയാകും, എന്നെ വേറെ വിവാഹം കഴിപ്പിക്കും, പോകല്ലേ എന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പം ബൈജു അതിലങ്ങോട്ട് പെട്ടുപോയി. ആ പോക്ക് അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു ഫർണിച്ചറിൻ്റെ വർക്കിലേക്ക് പെട്ടു. അവിടെ കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണു. അങ്ങനെ ഇവർ നല്ല പണ്ടേ അറിയാവുന്നവരാണ്. ഭയങ്കര ചങ്ങാതികളായി, ഉറ്റ സുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കെ വിഷ്ണു വൈഷ്ണവീനെ കണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം 2 കിലോമീറ്റർ അപ്പുറത്തുണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ വീട് അവിടെ ഉപേക്ഷിച്ചിട്ട് ഈ ബൈജുവിൻ്റെ വീടിന് ഒരു 50 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു വാടക വീടെടുത്ത് വിഷ്ണുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും മോനും കൂടി താമസം ആരംഭിച്ചു. എളുപ്പമായില്ലേ? 50 മീറ്റർ മാത്രം. അതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മര്യാദയ്ക്ക് 2 കിലോമീറ്റർ അപ്പുറത്തൊക്കെ താമസിച്ചാൽ മതി. ഈ കൂട്ടുകാരൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല. വൈഷ്ണവിയാണ് അവിടെ അങ്ങോട്ട് ആവശ്യം ഉന്നയിച്ച് അല്ലെങ്കിൽ വിഷ്ണുവിനെ പ്രലോഭിപ്പിച്ചതെങ്കിൽ വിഷ്ണുവിന് പറയാമായിരുന്നു, വേണ്ട വൈഷ്ണവി, നീ എൻ്റെ ചങ്ങാതിയുടെ ഭാര്യയാണ്, ഇത് ശരിയാവില്ല എന്ന് വിഷ്ണുവിന് പറയാമായിരുന്നു. അഥവാ ഈ വിഷ്ണു ആണ് തിരിച്ച് വൈഷ്ണവിയോട് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതെങ്കിൽ വൈഷ്ണവി പറയണമായിരുന്നു, എനിക്ക് ഒരു ഭർത്താവുണ്ട്, 2 കുട്ടികളുടെ അച്ഛനാണ്, മര്യാദയ്ക്ക് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന്. പക്ഷെ ഇവർ രണ്ടാളും തമ്മിൽ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി. പാവം ബൈജുവിനെ തഴഞ്ഞു. അങ്ങനെ കുടുംബത്തുള്ള ഭാര്യയുടെ നീക്കങ്ങളിലൊക്കെ ഇങ്ങനെ മാറ്റം വരുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കുടുംബത്ത് താമസിക്കുന്ന ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കും. അങ്ങനെ പതുക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ചെയ്തിങ്ങനെ വരുമ്പോഴാണ് ബൈജു കാണാത്ത ഒരു ഫോൺ വൈഷ്ണവിയുടെ കയ്യിലുണ്ട്. അതിൽ കുറേ വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രശ്നം ആരംഭിച്ചു.
അങ്ങനെ വീട്ടിൽ വഴക്കം വക്കാണൊക്കെ ആയി. വൈഷ്ണവി മക്കളെ രണ്ടാളും കൂടെ എടുത്തിട്ട് വൈഷ്ണവിയുടെ വീട്ടിൽ പോയി. കുറച്ച് നാൾ അവിടെ താമസിച്ചു. അപ്പോഴത്തേക്കും ഇടനിലക്കാരൊക്കെ ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അധിക നാൾ വൈകാതെ പിന്നെയും പ്രശ്നങ്ങളായി. ഒരു രാത്രി ഇതേപോലെ തല്ലും വഴക്കും മക്കാണൊക്കെ ആയപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടി. എവിടേക്ക്? വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക്. നേരം വെളുത്തതിന് ശേഷമാണ് അവിടുന്ന് പോന്നത്. അത് കഴിഞ്ഞിട്ടാണിപ്പോൾ വീണ്ടും പതിവ് പോലെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഇറങ്ങി വേറൊരു വീടും കണ്ടില്ല, ഓടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് തന്നെ വെച്ചടിച്ചു. രാത്രി 11 മണിക്ക് ശേഷം ബൈജു ഒട്ടും മടിച്ചില്ല. അടുക്കളയിൽ പോയിട്ട് വെട്ടുകത്തി എടുത്തു. കൊടുവാള്, പല നാട്ടിലും പല പേര് പറയും. ഓടി പുറകെ ഓടി. ബൈജു പുറകെ എത്തിയപ്പോഴത്തേക്കും വൈഷ്ണവി വീടിൻ്റെ സിറ്റ് ഔട്ടിലെത്തിയിട്ടുള്ളൂ. കതകയിൽ മുട്ടിയപ്പോഴത്തേക്കും ഒറ്റ വെട്ടാണ്. ഇടത് വയസ്സ് ഒറ്റ വെട്ട്, കിടന്ന് പിടഞ്ഞു. അപ്പോൾ ഈ മുട്ട് കേട്ട് അലർച്ചയും കേട്ട് വിഷ്ണു വാതിൽ തുറന്നു വന്നപ്പോൾ അവനിട്ട് കൊടുത്തു ചറ ഒരു 9 എണ്ണം. അവനെ അവിടെ വിട്ടിട്ടു. നേരെ ബൈജു വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, വേറെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, കൂട്ടുകാർ ഒരുപാട് പേരുണ്ടാവുമല്ലോ, വിളിച്ചു. ഞാനിങ്ങനെ 2 എണ്ണത്തിനെയും തീർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തുക്കൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് എത്തി, അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതാണോ ഇതിൻ്റെ ഒരു ശരിയായ നടപടി? നമ്മളെ വേണ്ട എന്നൊരാൾ വിചാരിച്ചാൽ എത്ര ചങ്കായാലും വേണ്ടാന്ന് വയ്ക്കുക. ഞാൻ എൻ്റെ ഒരു നിലപാടനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ബൈജു ഈ വാട്സപ്പ് മെസ്സേജുകൾ കണ്ട സമയത്ത് കയ്യെ പിടിക്കണം, കൊണ്ടുപോകണം വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ എത്തിയിട്ട് വിഷ്ണുവിനെ വിളിച്ചിറക്കിയിട്ട് ആ കയ്യിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എൻ്റെ മക്കളെ ഞാൻ തരില്ല, നീ ഇവിടെ നോക്കിക്കോ. അതാണൊരാണത്തം ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്താണ്ടായി? പലരും പറയും, ഓ അവരർഹിച്ചതാണ്, അവർക്കത് ആവശ്യമാണ് അല്ലേ? ആ 2 കുഞ്ഞുങ്ങൾ, 9ഉം 5 വയസ്സായ 2 കുട്ടികൾ, 2 വീട്ടിലും അമ്മമാരുണ്ട്. അവർക്കൊക്കെ ഇനി ആരാ ഉള്ളത്? വെട്ടാനും കൊല്ലാനും തിന്നാനും ഒക്കെ ആരാണ് അധികാരം തന്നത്? പിന്നെ എന്തിന് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ ബൈജു ഞാൻ ഈ പറഞ്ഞതുപോലെ അവളെ അവിടെ കൊണ്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ എത്ര സമാധാനമായേനെ കാര്യങ്ങൾ. അവരൊരുമിച്ച് ജീവിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ പഠിക്കും, അല്ലെങ്കിൽ അവൻ പഠിക്കും. ബൈജു ഒരു ഹീറോ ആയില്ലേ? അവനെ തേടി വരില്ലേ പെൺകുട്ടികൾ? ഒരു വിവാഹ ജീവിതമൊക്കെ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നടന്നു പോയേനെ. എന്തായാലും ഈ ഒരു അനുഭവം ഉള്ളാതെ കൊണ്ട് മറ്റൊരു പെൺകുട്ടി ഈ സ്വഭാവത്തിൽ കയറി വരില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്ര സമാധാനം. വിഷ്ണുവും വൈഷ്ണവിയും ആ അമ്മയുടെ കൂടെ അവിടെ കഴിഞ്ഞേനെ. ഇവിടെ ഈ അമ്മയുണ്ട്, 2 മക്കളുണ്ട്, ബൈജു ഉണ്ട്. ഏറെ നാൾ കഴിയാതെ ഒരു പെണ്ണും കിട്ടും. സമാധാനം. ഈ ലോകം മുഴുവൻ ഇങ്ങനെയൊരു ബൈജുവിനെയും ഇങ്ങനെയൊരു വിഷ്ണുവിനെയും ഇങ്ങനെയൊരു വൈഷ്ണവിനെയൊന്നും അറിയാനേ പോണില്ല. അപ്പോൾ നമ്മൾ ഇനി ആയാലും ചിന്തിക്കുക. എടുത്തു ചാടി എന്തു ചെയ്താലും അതൊന്നും ശാശ്വതമായൊരു ചെയ്ത്തല്ല. സമാധാനം, നമുക്ക് സമാധാനമാണ് ഏറ്റവും അത്യാവശ്യം. അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കണം. ഇപ്പം എന്താ, കുറേ കുറ്റവാളികളുടെ കൂട്ടത്തിൽ ജയിലിൽ ബൈജു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിലെ ശുദ്ധവായു ശ്വസിച്ച് ഒരു പെണ്ണ് ചതിച്ചെങ്കിൽ പോട്ടേന്നേ.
അവൾക്ക് എന്നെ വേണ്ടാണ്ടല്ലേ അവൾ വേറൊരുത്തിൻ്റെ കൂട്ടത്തിൽ പോയത്. അങ്ങോട്ട് വിടണം, കയ്യെ പിടിച്ച് അവിടെ കൊണ്ടാക്കി കൊടുക്കണം. അതാണ് ഒരാണത്തം, അതാണ് പൗരുഷം. അല്ലാതെ വെട്ടിക്കൊന്നതോ തിന്നതോ ഒന്നുമല്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ദൈവമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. നമുക്ക് അവൻ്റെ ജീവൻ എടുക്കാൻ എന്താ അവകാശം? എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് തന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.